ഇതങ്ങനെ ഒരു ഞാനൊരു കൃത്യമായിട്ട് അങ്ങനെ എണ്ണാറൊന്നുമില്ല. ഇത് എൻ്റെ ഒരു വലിയൊരു സന്തോഷത്തിന് ഈ നാടകം ഇഷ്ടപ്പെട്ടിട്ട് കുറേ പേര് വിളിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനൊരു കൃത്യമായിട്ട് എണ്ണം വെക്കുക അങ്ങനെയൊന്നുമില്ല. എനിക്ക് തോന്നുന്നു എന്തായാലും ഒരു 100 അടുപ്പിച്ചായി. അങ്ങനെ 10 വർഷമായി. 10 വർഷത്തിൽ 2 വർഷം കൊറോണ കാരണം കളിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾ ബാംഗ്ലൂർ ജാഗൃതി തിയേറ്ററിൽ വെച്ച് കണ്ടു 2017. അതെ. ഞാൻ വീണ്ടും അതിനുശേഷം ഇപ്പോൾ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ ഗംഭീരം വേദിയായിരുന്നു. ഈ അവിടുത്തെ എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ്റെ അന്ന് അവർ വീണ്ടും വന്നു. ശ്രീദേവി ഉണ്ണി മേഡം ഒക്കെ വന്നു. അന്ന് ഞങ്ങൾ വളരെ ഞെട്ടിയൊരു സംഭവം ഇത്രയും വേഷങ്ങൾ മാറുന്ന എത്ര വേഷം കുറച്ചുണ്ട്. മകനും കൂടിയുണ്ട്. മകൻ ഇപ്പോൾ ഒരു 3-4 വർഷമായിട്ട് എൻ്റെ കൂടെ തന്നെയാണ്. എൻ്റെ ടെക്നിക്കൽ സൈഡ് മുഴുവൻ അവരാ ചെയ്യുന്നത്. അവനവർ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ കൂടെ വന്നു. ഇദ്ദേഹമാണ് ഈ നാടകത്തിന്റെ ഡയറക്ടർ. ലൈവ് എക്സിബിഷൻ മ്യൂസിക് എക്സിബിഷൻ ഒരുമിച്ച് ചെയ്ത് ഈ നാടകത്തെ ഏറ്റവും ശ്രദ്ധേയമായി ദിവസം എന്റെ മകനും വളരെ പ്രൗഢോടുകൂടി അദ്ദേഹം ഒരു മെഡിക്കൽ കോഴ്സ് പഠിക്കും സമയത്ത് ഡോക്ടർ എന്റെ കൂടെ സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു ബോണ്ടിങ് കൂടിയുണ്ട്. ഒരേ സമയം സിനിമയും നാടകവും കൊണ്ട് നടക്കുന്നത് പ്രത്യേകിച്ച് ഈ ഒരു വേഷം ആ വേഷത്തിനോടും ജസ്റ്റിസ് ചെയ്യുന്നുണ്ട്. ആ ഒരു കഥാപാത്രം ഫീലാവുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അതെ, ഓരോ തവണ ചെയ്യുമ്പോഴും ആ എക്സൈറ്റ്മെന്റ് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും. അതിനൊന്നറിയാം, ഞാൻ എപ്പോഴും പറയാറുണ്ട് എല്ലാവരും തിയേറ്റർ ഒരു തവണയെങ്കിലും ചെയ്യണം. കാരണം നമുക്കൊരു ഭയം, ഭക്തി ഒക്കെ ഉണ്ടല്ലോ, റെസ്പെക്റ്റ് ഇന്നിപ്പോൾ അതൊന്നും ഇല്ലാതെ പോവുകയാണ്. കാരണം ഞാനിപ്പോൾ അത് 10 വർഷമായിട്ട് കളിക്കുന്നത് ഞാൻ സത്യം പറഞ്ഞാൽ ഇന്ന് ഞാൻ പുതിയതാണ്. കാരണം പുതിയ സ്ഥലം, ഇങ്ങനെ പ്രൊഫഷണൽ നാടകം കളിക്കുന്ന പോലെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് കളിക്കുന്നില്ല. നല്ല ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിനിടയിൽ വേറൊരു സിനിമയിൽ മറ്റൊരു കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നു, അല്ലെ മറ്റ് ജോലി ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ ഇന്നലെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ 18 നാടകങ്ങൾ ജഡ്ജ് ചെയ്തു. ഈ 18 നാടകങ്ങളൊക്കെ തലയിലുണ്ടാവും. അവിടെ നിന്നാണ് നമ്മൾ ഇതിലേക്ക് മാറേണ്ടത്. പ്രൊഫഷണൽ നാടകം കളിക്കുമ്പോൾ എന്താണ്, അത് മാത്രമാണ് ചിന്ത. അല്ല, നമ്മളൊരു കണ്ടിന്യൂസ് ആയിട്ട് നാടകം കളിക്കുന്ന ഒരു രീതി. അപ്പോൾ ഇതിൻ്റെ ഞാൻ കാണുന്ന ഏറ്റവും വലിയ റിസ്ക് അതാണ്. പിന്നെ ഓരോ സ്റ്റേജും ഓരോ അനുഭവമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കളിച്ചത് നിയമസഭയിൽ അവിടുത്തെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലായിരുന്നു, ശങ്കരനാരായണൻ കോളേജിൽ. അതൊരു വലിയ സ്റ്റേജും ഒരു വേറൊരു തരത്തിലുള്ളൊരു ജനങ്ങളും ഒരു വൈബും ഒക്കെയാണ്. ഇത് തീർത്തും ഒരു തിയേറ്റർ ഫെസ്റ്റിവൽ സ്പേസാണ്. ഇപ്പോൾ നാളെ ഞാൻ കളിക്കാൻ പോകുന്നത് തിരുവമ്പാടി എന്ന് പറയുന്ന ഒരു മലയോര ഗ്രാമത്തിലാണ്. അവിടെ മറ്റൊരു തരത്തിലുള്ളൊരു പ്രേക്ഷകരായിരിക്കും. കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു എക്സൈറ്റ്മെൻ്റ് ഒക്കെ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ പഠിച്ചു വെച്ച് തന്നെ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ആ ഓഡിയൻസിനനുസരിച്ചടക്കം നമുക്ക് നമ്മുടേതായ ഇംപ്രൊവൈസേഷനും കാര്യങ്ങളും ഉള്ളിൽ നടക്കുന്ന വലിയൊരു അന്തർസംഘർഷമുണ്ട്. ഒരു അന്തർസംഘർഷം ഭീകരമാണ്. നമുക്കത് ചില സമയത്ത് നമുക്ക് ബോഡി ഭയങ്കര വിഷയമാണ്. നമുക്ക് മറ്റൊരു വേഷനിലാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പഞ്ച് കൂട്ടാം, പവറൊക്കെ എടുക്കാം. ഇതൊരു ശാരീരിക പ്രശ്നം വരുമ്പോൾ ഒക്കെ വിഷയങ്ങൾ വരും. പക്ഷെ എന്നാലും ഓഡിയൻസും സ്റ്റേജും കയറി കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു ഇമോഷനാണ്. ആ ഇമോഷൻ അതുകൊണ്ട് തന്നെയാണ് ഈ നാടകം എനിക്ക് വിടാൻ തോന്നാത്തത്. എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം തരുന്നൊരു അവസ്ഥ എന്താ പറഞ്ഞാൽ, സാധാരണ നമ്മൾ കുറ്റം പറയൽ ഈ പുതിയ കാലത്തെ ന്യൂജൻ നാടകങ്ങൾ, പ്രത്യേകിച്ച് ഇതുപോലുള്ള നാടകങ്ങളൊന്നും. പക്ഷെ ഞാൻ പോയ സ്ഥലങ്ങളിലൊക്കെ ഞാൻ നാടകം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇൻട്രാക്ട് ചെയ്യാറ് ആ ന്യൂജൻ ആൾക്കാരാണ്, തലമുറയോടാണ്. പക്ഷേ എനിക്ക് അത്രയധികം അപ്രിസിയേഷൻ കിട്ടിയിരിക്കുന്നത്. കാരണം ഞാൻ ഈ നാടകം കൊണ്ട് അമേരിക്കയിലും ഓസ്ട്രേലിയയും പിന്നെ ദുബായ്, UAE മുഴുവൻ കറങ്ങി, സൗദി ഒഴികെ ബാക്കി എല്ലാ സ്ഥലത്തും കറങ്ങി. അവിടെയൊക്കെ ഏറ്റവും പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികളോട് ഞാൻ സംവദിക്കുമ്പോൾ അവർ വല്ലാതെ തിയേറ്ററിന് ഇഷ്ടപ്പെടുന്നു, ഈ ഒരു ജീവിതം അറിയുന്നു. കാരണം അവർക്കറിയില്ല ഇങ്ങനെയൊക്കെ ആൾക്കാരുണ്ടായിരുന്നു, ഇങ്ങനെ പെൺവേഷം കെട്ടുന്ന ആൾക്കാരുണ്ടായിരുന്നു, ഇങ്ങനൊരു ഭൂതകാലം കോണ്ടെക്സ്റ്റ് അറിയില്ല അവർക്ക്. അതാണ്. അപ്പോൾ ആദ്യം അവർക്കൊരു തമാശയായിട്ട് തോന്നി. പിന്നെ പ്രത്യേകിച്ചും അറിയാലോ, കാരണം ഏറ്റവും കൂടുതൽ ഈ കോമഡി ഷോ ആണല്ലോ ഈ സ്ത്രീകളെ ഭയങ്കര വൾഗറാക്കിയിട്ട് ചിത്രീകരിച്ചത്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ഒരു ഭയങ്കര പേടിയും അതായിരുന്നു. കാരണം പക്ഷെ അത് എൻ്റെ പേടി മാറിയത് ഇപ്പോൾ ബാംഗ്ലൂർ കളിച്ച സമയത്ത് ശ്രീദേവി ഉണ്ണി മേഡവും അവിടുത്തെ ഒരു വലിയൊരു സ്ത്രീകൾ വന്ന് നാടകത്തെക്കുറിച്ച് സംസാരിച്ചു. ഇപ്പോൾ കേരളത്തിൽ തന്നെ തനൂജ ഭട്ടത്തിരിയെ പോലെയുള്ള ഗ്രേസി ടീച്ചർ, പിന്നെ പത്മരാജൻ, മരിച്ചുപോയ നമ്മുടെ സംവിധായകൻ തിരക്കഥാകൃത്ത് പത്മരാജൻ സാറിൻ്റെ ഭാര്യ, അങ്ങനെ ഒരു വലിയ സ്ത്രീ രത്നങ്ങൾ എന്ന് പറയാം. അവരാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊരു കോൺഫിഡൻസ് തന്നത്. കാരണം ഇത് ഞാൻ തന്നെ ഡയറക്ടർ ആയതുകൊണ്ട് എനിക്കറിയില്ല
ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഈ നാടകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതല്ലേ. സിനിമയാകുമ്പോൾ എനിക്ക് മോണിറ്ററിൽ കാണാം, അല്ലെങ്കിൽ ഡബ്ബിങ്ങിന് കാണാം, അല്ലെങ്കിൽ തിയേറ്ററിൽ കാണാം. ഇപ്പം ഇത്രയും വർഷമായിട്ട് ഞാൻ എൻ്റെ നാടകം കണ്ടിട്ടില്ല. പിന്നെ എനിക്ക് ഷൂട്ട് ചെയ്തിട്ട് കാണാൻ ഇഷ്ടമല്ല. കാരണം അല്ലെങ്കിൽ അതിന് അങ്ങനെ ഷൂട്ട് ചെയ്യണം, നമ്മളെല്ലാ ഫെസിലിറ്റിയും വെച്ചുകൊണ്ടൊക്കെ ഷൂട്ട് ചെയ്യണം. അതുവരെ സാധിച്ചിട്ടില്ല. പ്രേക്ഷകരുടെ മുഖത്തിലൂടെയാണ് ഈ നാടകത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നത്. അവർ ഓരോരുത്തരും വന്ന് പറയുമ്പോൾ, കുറവുകൾ പറയുമ്പോൾ അത് കൃത്യമായിട്ടും നെക്സ്റ്റ് സ്റ്റേജിൽ പരിഹരിക്കാൻ നോക്കാറുണ്ട്. അങ്ങനെ കുറവുകളൊക്കെ വരും, നാടകത്തിൽ മാത്രമേ സംഭവിക്കുള്ളൂ. നമുക്കെപ്പോഴും ഇംപ്രവൈസ് ചെയ്യാൻ പറ്റുന്ന ഏക ആർട്ട് ഫോം നാടകമാണ്. ബാക്കിയൊക്കെ ഒരു കൃത്യമായ സിസ്റ്റം ഉണ്ടല്ലോ. ഒരു പാട്ട് പാടുന്നവർക്ക് ആ രാഗത്തിലേ പാടാൻ പറ്റുള്ളൂ, അല്ലേ? ഒരു നൃത്തം ചെയ്യുന്നവർക്ക് അതിൻ്റേതായ അവർ പഠിച്ചു വെച്ച കുറേ ചിട്ടകളുണ്ട്, അത് തെറ്റിക്കാൻ പറ്റില്ല. പക്ഷേ നാടകത്തിന് അതല്ല. നാടകത്തിന് ഓരോ സ്റ്റേജും അതാ പറഞ്ഞത്. അപ്പോൾ നല്ല നിർദ്ദേശങ്ങൾ അത് സ്വീകരിക്കും, അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തും. എന്തായാലും ഭയങ്കര സന്തോഷം. നിങ്ങളടക്കം 2017 കണ്ടു, ഇപ്പോഴും ആ ചിരി എനിക്ക്. അതുകൊണ്ടാണ് ഞാനിവിടെ ഇരുന്നു കേട്ടോ. കാരണം അതുതന്നെയാണ് ഒരു ആക്ടർ എന്ന നിലയിൽ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകുന്നതും അത് തന്നെയാണ്. കാരണം നിങ്ങളൊരു 10 വർഷത്തിന് ശേഷം വീണ്ടും കാണുമ്പോൾ അതേ എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടി എന്ന് പറയുമ്പോൾ അത് ഒരു ആക്ടർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷമാണ്. കാരണം നാടകങ്ങൾ ഉണ്ടാകണം. അതൊരു ലൈവ് എന്ന് പറയുന്നത് ജൈവ കലയാണ്. കാരണം AI എല്ലാ മേഖലയിലും കടന്നു പിടിക്കാൻ തുടങ്ങി. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ സിനിമയിലടക്കം അഭിനയിക്കുന്ന ആളാണ്. വലിയൊരു തൊഴിൽ നഷ്ടം വന്നുകൊണ്ടിരിക്കുകയാണ്, വലിയൊരു തൊഴിൽ നഷ്ടം. ഹോളിവുഡിലൊക്കെ തുടങ്ങി സമരങ്ങളൊക്കെ, ഇവിടെയും തുടങ്ങും. പക്ഷെ ഞാൻ പറഞ്ഞ അപ്പോഴാണ് തിയേറ്ററിൻ്റെ ശക്തി നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത്. കാരണം തിയേറ്ററിലേക്ക് ആൾക്കാർ ഒഴുകിയെത്തും. ഇവിടെ ഒരു AI നടക്കില്ല. ഇവിടെ മൈക്ക് ഓഫായാലും എനിക്ക് ശബ്ദമുണ്ടെങ്കിൽ എനിക്ക് ആ നാടകം പൂർത്തിയാക്കാൻ പറ്റും. ലൈറ്റ് ഓഫായാലും ഒരു മെഴുകുതിരി വട്ടം മതി എനിക്ക് ഈ നാടകം പൂർത്തിയാക്കാൻ. അപ്പോൾ അതെന്തുകൊണ്ട് പറഞ്ഞാൽ മാനവരാശി ഉള്ളിടത്തോളം നമ്മൾ മനുഷ്യൻ്റെ അവൻ്റെ ജൈവികമായ ഒരു കല എന്ന് പറഞ്ഞാൽ തിയേറ്ററെല്ലാം പെടുന്നുണ്ട് കേട്ടോ. ഞാൻ നാടകം എന്ന് പറയുമ്പം അതിൽ നൃത്തമുണ്ട്, പാട്ടുണ്ട്, ചിത്രമുണ്ട്, ശില്പകലയുണ്ട്, സാങ്കേതികത്വത്തിൻ്റെ കലയുണ്ട്, എല്ലാം ചേരുന്നതാണ്. പക്ഷേ എന്തോ ദൗർഭാഗ്യവശാൽ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ വേണ്ടത്ര ഇതിന് പ്രാധാന്യം കൊടുത്തില്ല. അതാണ് പുതിയ നമുക്ക് നാടകം കളിക്കേണ്ട നല്ല തിയേറ്ററില്ല. ഇപ്പോൾ ഇവിടെ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടു. നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഇതിൻ്റെ സൗണ്ട് പുറത്തേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. സ്റ്റേജിലുള്ള ഒരുപാട് പരിമിതികളുണ്ട്. അവിടെയാണ് എനിക്ക് ഭയങ്കര വിഷമം. കാരണം ഈ കലയെ ഫോറിൻ രാജ്യങ്ങൾ ഒക്കെ അതിൻ്റെ ഒരു വലിയൊരു ദൈവികതയോടുകൂടി കാണുമ്പോൾ നമ്മളെന്തോ ഇതിനെ ഇപ്പോഴും പിന്നോട്ടടിക്കുകയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ കുട്ടികളുടെ നാടകത്തിനടക്കം ജഡ്ജിയാകുന്ന സമയത്ത് ഭയങ്കര സങ്കടമായിരുന്നു. കുട്ടികൾ നന്നായിട്ട് അഭിനയിക്കുന്നു, പക്ഷേ അഭിനയിക്കുന്ന കുട്ടികളുടെ വാക്കുകൾ പോലും, സംഭാഷണം പോലും പുറത്ത് കേൾക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാങ്കേതികത്വം പോലും നമുക്ക് ഒരുക്കി കൊടുക്കാൻ സാധിക്കുന്നില്ല. 7 കുട്ടികളും ഒരുപാട് സാങ്കേതികത്വവും സെറ്റൊക്കെയാണ് ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. കലോത്സവങ്ങളിൽ ഏറ്റവും മോശം സ്റ്റേജ് കൊടുക്കുക പലപ്പോഴും ഈ നാടകത്തെ. അത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. നാടകക്കാരൻ ഇപ്പോഴും മറ്റുള്ളവരൊക്കെ വലിയ പേയ്മെൻറ്റുകൾ വാങ്ങി ലക്ഷാധിപതികളാവുമ്പോൾ നാടകക്കാരൻ നാടകം കളിച്ച് അവൻ ഏത് നിലയിലാണ് അവൻ ജീവിക്കുന്നത് എന്ന് പോലും തിരിച്ചറിയാനോ മനസ്സിലാക്കാനോ ഭരണകൂടമോ പൊതുസമൂഹമോ തയ്യാറാകുന്നില്ല. അത് എന്നെ ഇപ്പോഴും ഭയങ്കര വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ഭയങ്കര വിഷമമുണ്ടാക്കുന്നതാണ്. കാരണം എൻ്റെ മാത്രമല്ല, എൻ്റെ ഒരുപാട് സഹപ്രവർത്തകരുണ്ട് ഇതിനു വേണ്ടി ജീവിതം ഹോമിച്ചവർ. അവർക്ക് ഒരു നേരത്തെ മരുന്ന് പോലും വാങ്ങാൻ പറ്റാത്തവരുണ്ട്. അവരൊന്നും കണ്ടില്ല നടിക്കുകയാണ്. ഒരു കൂട്ടർ കലയിലൂടെ ഭയങ്കര സമ്പന്നന്മാരാകും. അതുപോലെ ഷോർട്ട് കട്ടിലൂടെ സമ്പന്ന എല്ലാവർക്കും ആവാം. ഞാൻ സമ്പന്നത എന്ന് പറയുന്നത് അതെ എല്ലാ തരത്തിലുമാണ് സമ്പന്നത എന്ന് പറയുന്നത്. വെറും പൈസ എന്ന് മാത്രമല്ല, മൂലധനം എന്നതിലപ്പുറമല്ല. അവരെ അംഗീകരിക്കൽ, അവരെ ചേർത്ത് പിടിക്കൽ, അങ്ങനെയൊക്കെ ഉണ്ട്. അത് പലപ്പോഴും ഇപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ നാടകത്തിൻ്റെ ഈ നടൻ എത്രത്തോളം തിരസ്കരിക്കപ്പെട്ടതാണ്. പലപ്പോഴും എൻ്റെ സോളും ഈ നാടകത്തിലുണ്ട്. ഞാനും ചില സമയത്ത് കാരണം ഞാൻ ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഞാനൊരു അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു സിനിമ നടനായിട്ട് പോലും ഞാൻ അനുഭവിക്കുന്ന മാറ്റി നിർത്തലുകളും അവഗണനകളും ഇപ്പോഴും ഞാൻ അത് നാടകക്കാരനായതുകൊണ്ട് അതിൻ്റെ പ്രതിഷേധങ്ങളൊക്കെ എൻ്റെ തിയേറ്ററിൽ പലപ്പോഴും ഞാൻ കേൾപ്പിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഈ നാടകത്തെ ഞാൻ വിടാത്തത്. അപ്പോൾ ഒരുപാട് സന്തോഷം ഇത്രയും സമയം സംസാരിക്കാൻ പറ്റിയത്. നാടകങ്ങൾ ഉണ്ടാകട്ടെ, മനുഷ്യന്മാർ പരസ്പരം മിണ്ടട്ടെ, എല്ലാ കാലുഷ്യങ്ങളും. കാരണം കണ്ടില്ലേ, എല്ലാ കാലുഷ്യങ്ങളും മാറ്റാൻ സാധിക്കും. ഇതിനകത്ത് വേറെ ഒരു ചിന്തകളും ഇല്ല. അതാണ് തിയേറ്ററിൻ്റെ, നാടകശാലയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. മറ്റു നാടകങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു തിരക്കും പിന്നെ സിനിമയുടെ തിരക്കും കാരണം പുതിയ നാടകത്തിൽ ഇതുവരെ പ്രവേശിക്കാൻ സാധിച്ചിട്ടില്ല. ഒരുപാട് സ്ക്രിപ്റ്റ് വർക്ക്. പക്ഷേ എന്താ വിഷയം എന്ന് പറഞ്ഞാൽ, വെറുതെ ഒരു സോളോ ചെയ്തിട്ട് കാര്യമില്ല. എന്തെങ്കിലും സംതിങ് സ്പെഷ്യൽ
ഒരു വിഷ്വലിൻ്റെ അങ്ങനെയുള്ള കാഴ്ചയുടെ ഒരു സാധനം ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നത്. എനിക്ക് ഭയങ്കര നിറങ്ങളോടും സംഗീതത്തോടും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. സാധാരണ സോളോ അങ്ങനെ ഉണ്ടാവാറില്ല, അറിയില്ല, നിങ്ങളൊക്കെ എത്രയോ സോളോ കാണുന്നവരാണ്. ഭയങ്കര സബ്ജക്റ്റിൽ ഊന്നിക്കൊണ്ടാണ് പല നാടകങ്ങളും ഉണ്ടാവാറ്. പക്ഷെ എനിക്ക് അതിനപ്പുറം എനിക്ക് ഇതിൻ്റെ എനിക്ക് ഭയങ്കര സൗന്ദര്യശാസ്ത്രം, കാരണം ഇന്നത് ഭയങ്കരമായിട്ട് അപ്പോഴും വളരെ കൃത്യമായിട്ട് ആശയം നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ആശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് പുതിയ നാടകത്തിൻ്റെ ഒരു പണിപ്പുരയിലാണ്. കളിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ വന്ന് കാണണം. അതൊരു മറ്റൊരു തരത്തിലുള്ളൊരു നാടകമായിരിക്കും. എന്തായാലും നിരാശപ്പെടുത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ പ്രാരംഭ പ്രവർത്തനം തുടങ്ങി, കുറച്ച് ടൈം എടുക്കും. താങ്ക് യു സോ മച്ച്.